ശരി, നമുക്ക് വിശദമായിട്ട് അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം. ശ്രീ കൃഷ്ണദാസ്, അങ്ങ് കേൾക്കാമോ? ശരി. ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അങ്ങനെ അപ്രതീക്ഷിതമൊന്നുമായിരുന്നില്ല. കാരണം എന്തായാലും നമുക്ക് പൊതുവിൽ NDA സ്ഥാനാർത്ഥി തന്നെ വിജയിച്ച് വരുമെന്ന് അറിയാമായിരുന്നു. ആ വോട്ടുകളുടെ ഒരു അന്തരം മാത്രമായിരുന്നു രണ്ട് പക്ഷങ്ങൾക്കും ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നത്. എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം ഇത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്കാണ് നടന്നതെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന NDAക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരം ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ കക്ഷികളും UPAയും എല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് CPMന്റെ പാർലമെന്റിലെ രാജ്യസഭയിലെ പ്രമുഖ നേതാവ്, കേരളത്തിൽ നിന്നുള്ള MP, അദ്ദേഹം പത്രമാധ്യമങ്ങളോട് മുഴുവൻ തന്നെ വോട്ട് ചെയ്തതിനു ശേഷം സൂചിപ്പിച്ചത് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായിരുന്നു ആ മുന്നേറ്റം വോട്ടിങ്ങിന്റെ കാര്യത്തിൽ കണ്ടത് എന്ന് അവർ ഇനിയെങ്കിലും വിശദീകരിക്കണ്ടേ? BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാമായിരുന്ന, അല്ലെങ്കിൽ NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാമായിരുന്ന പരമാവധി വോട്ട് കണക്കുകൾ വെച്ചുകൊണ്ടാണെങ്കിൽ ഒരു 420 വോട്ട് വരെ കിട്ടാം. അതല്ലെങ്കിൽ സ്വതന്ത്രന്മാരുടെ കൂടി പിന്തുണ കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 430-31 വരെ പോകാം. ഏറ്റവും കൂടിയാൽ മനസാക്ഷി വോട്ടുകളെല്ലാം സ്വതന്ത്രന്മാർ ചെയ്യുമോ ചെയ്യുകയില്ലോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെയ്തു കഴിഞ്ഞാലേ അറിയാൻ വേണ്ടി കഴിയും. പക്ഷെ കിട്ടിയിട്ടുള്ള വോട്ടിന്റെ എണ്ണം 452ആണ്. YSR കോൺഗ്രസിന്റെ ഒരു 11 വോട്ടുകൾ ആദ്യം തന്നെ അവർ പിന്തുണ അറിയിച്ചതാണ്. അല്ല, ആണ്. അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ 431-32 വരെ പോകാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും പക്ഷെ കിട്ടിയിട്ടുള്ള വോട്ടിന്റെ എണ്ണം 452ആണ്. എന്ന് പറഞ്ഞാൽ BJP ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയുടെ ക്യാമ്പ്, NDAയുടെ ക്യാമ്പ് ഒരു വലിയ ആത്മവിശ്വാസത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ. അത് വോട്ടിന്റെ എണ്ണത്തിൽ മാത്രമല്ല, മുന്നിൽ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 ഘട്ടങ്ങളിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പ്രധാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഒന്ന് രാജിവെക്കുന്ന സാഹചര്യം, അതല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യം. ഇവിടെ ഉണ്ടായിട്ടുള്ളതും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. അതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഉപരാഷ്ട്രപതി ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നു. അതിന്റെ ചർച്ചകളെല്ലാം എത്രയോ ഘട്ടങ്ങളിൽ കഴിഞ്ഞതാണ്. പക്ഷേ ശ്രീ കിഷോർ, നമ്മൾ ഈ രാഷ്ട്രീയത്തെ ഒരു ദേശീയ രാഷ്ട്രീയത്തെ കാണുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൂടി കൂട്ടിക്കലർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും കേന്ദ്ര ഗവൺമെന്റിനെതിരായി ശക്തമായി പ്രതിഷേധിക്കുന്നവരാണ്. BJPക്കെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് എന്താണ്? LDFും UDFും ഒറ്റക്കെട്ടാണ്. LDFന്റെ UDFന്റെ സ്ഥാനാർത്ഥി ഒന്നാണ്. അവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പൊതുവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ BJPക്കെതിരായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് എതിരെ നിൽക്കുന്നതിൽ തെറ്റൊന്നും രാഷ്ട്രീയപരമായി കാണേണ്ടതില്ല. പക്ഷെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ അതിനെന്താ പ്രസക്തിയുള്ളത്? വലിയ പ്രസക്തിയുണ്ട്. കാരണം കേരളത്തിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിലെല്ലാം വലിയ പോരാളികളായി നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിക്കുന്ന സാഹചര്യം ഡൽഹിയിലുള്ളത്. നമ്മൾ എത്രയോ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരസ്പര ധാരണയുടെ രാഷ്ട്രീയമാണ് ഇന്നുകൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ആ രാഷ്ട്രീയത്തിന്റെ ആകത്തുക എന്താണ്? ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴും ഈ 2 മുന്നണി ഇനി ഇവർ എങ്ങനെയാ മത്സരിക്കേണ്ടത്? ഇവർ LUDF ആയിട്ടല്ലേ മത്സരിക്കേണ്ടത്? LDFന്റെയും UDFന്റെയും Uയും Lയും എടുത്ത് 2 DF ആയിട്ടല്ലേ ഇവർ ഒരുമിച്ച് നിന്നല്ലേ മത്സരിക്കേണ്ടത്? അതിനപ്പുറത്തൊക്കെ എന്തിനാണ് ഒരു രാഷ്ട്രീയ വ്യത്യാസത്തോടു കൂടി മത്സരിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത്? അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കൂടി കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി വലിയ വിജയമുണ്ടാകും ഞങ്ങൾക്ക്. കാരണം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഞങ്ങളുടെ പക്ഷമാണ് ശരി. വലിയ വോട്ട് കള്ളന്മാരാണ് BJPക്കാർ. എത്ര പ്രചരണമാണ് രാജ്യം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്! കള്ളപ്രചരണവും വ്യാപകമായിട്ടുള്ള തെറ്റായ ധാരണ ഉണ്ടാക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ അവിശ്വാസം സൃഷ്ടിക്കാൻ കഴിയുമോ അത്രത്തോളം വലിയ പ്രചരണത്തിലേക്കും പോയാണ്. അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അതേ സംവിധാനമല്ലേ നമ്മുടെ രാജ്യത്ത് ഏത് തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായി നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്നത്? അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് വലിക്കാനുള്ള സാഹചര്യം രാജ്യത്തുണ്ടാക്കുക എന്നുള്ള പ്രചരണം അത് പരാജയപ്പെട്ടു. മറ്റൊന്ന്, ഇവിടെ ക്രോസ് വോട്ടിംഗ് നടക്കും, അല്ലെങ്കിൽ വലിയ കള്ളവോട്ടുകൾ രാജ്യത്ത് നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നവരെ ഇല്ല ഈ 2 കൂട്ടരും. എത്ര വോട്ടുകളാണ് മാറ്റപ്പെട്ടിട്ടുള്ളത്? തങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വോട്ടുകളിൽ എത്ര എണ്ണം ചോർന്നുപോയി?
എങ്ങനെ പോയി എന്ന് വിലയിരുത്തപ്പെടണ്ടേ? നമുക്ക് അടുത്ത മറ്റൊരു റൗണ്ടിൽ പ്രധാനപ്പെട്ട കാര്യം, സംസാരിക്കാം. എങ്ങനെ ഭരണപക്ഷ ആയിക്കോട്ടെ. ശരി.